ഇത് കണ്ട ഒരു ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിലൊരു ഓട്സ് ഉപ്പുമാവ്, നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കാൻ വിചാരിച്ചു. ഓട്സ് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ വാങ്ങണം കേട്ടോ. കണ്ട സ്റ്റീൽ കട്ട് 3 തരം ഓട്സ് ഉണ്ട്. ഈ ഓട്സ് കണ്ട ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. ഇത് നല്ല വേവ് കൂടുതലാണ് കേട്ടോ. ഒരു അരമണിക്കൂർ വേകണം. കുറച്ച് പച്ചക്കറി അതെ. അപ്പോൾ ഓട്സ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് കുറച്ച് പച്ചക്കറി ആയിട്ട് ചെറുതാക്കി അറിയാം. ഇതും ചെറുതാവില്ല. മിഷൻ വെച്ച് ഗ്രേറ്റ് ചെയ്ത പോലെ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എല്ലാ പച്ചക്കറി ഇടണം. അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ വേണം. അത് വേണ്ട, എന്നാലും പരമാവധി പച്ചക്കറി ഇല്ല. നല്ല ഹെൽത്തി ഫുഡാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇടാൻ പറ്റുമോ? ഉരുളക്കിഴങ്ങ് ഇടാൻ പറ്റുമോ? എന്തൊക്കെ വൈദ്യുതി അതൊക്കെ പച്ചക്കറിയല്ലേ? കുറച്ച് കായപ്പൊടി സാമ്പാർ പൊടിയിട്ട് സാമ്പാർ. നമുക്ക് ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കുതിർത്തതാണ്. 3 മണിക്കൂർ കുതിർത്തു. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. ഒരു വാഴയില വെച്ച് കൊടുക്കുക. പ്ലേറ്റ് വെച്ചിട്ടാ ഇട്ട് കൊടുക്കുക. നല്ല വേവുള്ളതാണ് കയ്യിൽ. ഒരു അരമണിക്കൂർ വേകട്ടെ. അരമണിക്കൂർ നന്നായി വേകണം. വേകട്ടെ. നമ്മുടെ ഓട്സ് വെന്താ നോക്കാം. ഓ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ നന്നായി വെന്തിട്ടുണ്ട്. അരമണിക്കൂർ വെന്തു. ഇതെടുക്കുക. ഇത് താളിച്ചെടുക്കുക കേട്ടോ. സാധനങ്ങൾ വഴറ്റിയെടുക്കാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുകിട്ട് കൊടുക്കുക. ചെറിയൊരു സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ വഴണ്ട് വന്നു. ഇതിലേക്ക് 2 ക്യാരറ്റ് ഇട്ടാണ്. ഒരു 4 ബീൻസ് പൊടി പൊടിയായി അരിയണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പച്ചക്കറി ഒന്ന് വേകട്ടെ. നമ്മുടെ പച്ചക്കറി വെന്തു. പച്ചക്കറി നന്നായി വെന്തു. ഇനി നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. കൂടുതൽ പച്ചക്കറി നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് കൊടുക്കാം.
ഞാൻ തടി കുറയ്ക്കാൻ പറ്റിയ സംഭവം. ഇത് ഉപ്മാവാണ്. കിടുപ്മാവ് സംഭവം റെഡിയായി. സാമ്പാർ ശരിക്കും ഇത് നുറുക്ക് ഗോതമ്പ വിചാരിക്കും. അതെ. ഉപ്മാവായിട്ടാ. നമുക്ക് കടലക്കറി വെക്കാം. ഒരു 1/4 കിലോ കടലുണ്ട് കേട്ടോ. ഇന്നലെ കുതിരാനിട്ടതാണ്. നല്ല വെള്ളത്തിട്ട് വെച്ചു. ഇതിലേക്ക് വലിയൊരു സവാള, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചായച്ചത്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 6 വിസിൽ വരട്ടെ. കടല വെന്തോ നോട്ടെ. ഓ നല്ലോണം വെന്തോട്ടാ. ഇവിടെ ഇരിക്കട്ടെ. കടലയും താളിച്ചെടുക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, 6-7 ചെറിയ ഉള്ളി, ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളി മൂത്ത് വന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കൊട്ടിക്കൊടുക്കും. ഒരുമിച്ചാണ്. കടല കൊട്ടി കൊടുക്കട്ടെ വേവിച്ചത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കടല മാത്രമായിട്ട് ചാറ് വേണ്ട കിട്ടാ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം ഉണ്ടാ. ചാറ് വേണം. കുറച്ചും കൂടി ഉപ്പ് പോരാ. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടാ. ഇനി കഴിക്കുക. അത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റ് കടലക്കറി. ഉപ്മാവ് ഇട്ടാ. നിറയെ പച്ചക്കറി ഇട്ടതാണ്. കടലക്കറി വേണമെങ്കിൽ കഴിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഞാൻ ചോറ് കൊണ്ടുപോകാൻ വെച്ചതാണ്. ഉപ്മാവ് ഉപ്പ് ടേസ്റ്റ് ഉണ്ടാ. പക്ഷെ കുറച്ച് വേവ് അധികമാണ്. അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം. എല്ലാം കൂടെ ആയിട്ട് സൂപ്പറായി. അപ്പം ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ. ബൈ ബൈ. സീ യു. ചവച്ചര